ഹലോ, അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ആക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇതിടുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറുപയറും, മെയിനായിട്ട് വേണ്ട സാധനം ഈ ചുരയ്ക്ക, ഇതാണ് ബോട്ടിൽ ഗാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പച്ചക്കറി വെച്ചിട്ടാണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചുരക്കയുടെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം കുനുകുനുനാന്നിങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത് ചെറുപയർ കൂട്ടിയിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കപ്പോളം ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇടുന്നു. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ചുരയ്ക്ക 300 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ അതിലേക്ക് അരക്കപ്പോളം ചെറുപയർ മതിയാവും. അങ്ങനെ ചെറുപയർ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഓരോ കുക്കറിൻ്റെ വിസിലനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വേവ്. അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ എനിക്ക് 3 വിസിൽ മാത്രം ആവശ്യമായി വന്നിട്ടുള്ളൂ. അങ്ങനെ കുക്കറിലെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴേക്ക് ഇതാ ഇങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര വേവ് വേണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് വേവിച്ചിട്ട് എടുത്താലും മതിയാവും. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പിൽ വയ്ക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ഇനി ഒരു വലിയ സ്പൂൺ നിറച്ച് ചതച്ച മുളകാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചുരയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി തട്ടിപ്പൊത്തി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഈ ഒരു പച്ചക്കറിക്ക് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് വേവുന്നവർ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ ചുരക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ ഒരു തോരനിലേക്ക് നമ്മൾ തേങ്ങാപ്പീര ചതച്ചിട്ടൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ തേങ്ങാപ്പീര വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള പോഷക സമൃദ്ധമായ ചെറുപയർ ചുരയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.